നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞൊരു കാര്യമുണ്ട്. ഹോളിലൈൻ്റെ മൈക്കാണ്, ലാർക്ക് M2 ആണ്, റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഏതൊരു പ്രോഡക്റ്റും രണ്ട് തരത്തിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും, ഓഫ്ലൈനും ഓൺലൈനും. ഓക്കെ, ഇത് നമുക്ക് ഓഫ്ലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങളുടെ ഷോപ്പുകളിൽ അവൈലബിൾ ആണ്. ഒന്ന്. രണ്ട്, ഓൺലൈനിലാണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമെങ്കിൽ ഓൺലൈനിൽ നിന്നും എടുക്കുക. റേറ്റ് ഏതാണ് ബെറ്റർ എന്ന് നോക്കിയതിനു ശേഷം പർച്ചേസ് ചെയ്യുക. ഒന്നാമത്തെ പോയിന്റ്, ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് അൺബോക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം നെക്സ്റ്റ് കാര്യങ്ങളിലേക്ക് കിടക്കാം. ഏതൊരു ബോക്സ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കാനുള്ളത് എത്രത്തോളം പെർഫെക്ഷൻ വരുന്നു നോക്കുക. കണ്ടോ, ഫ്രണ്ട് ബാക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. സൈഡ് വ്യൂ ഇതാണ്. ഓക്കെ, നമുക്ക് ഓപ്പൺ ചെയ്യാം. പ്ലാസ്റ്റിക് കവറാണ്, വാട്ടർ ഡാമേജോ കാര്യങ്ങളൊന്നും ഉണ്ടാവാത്ത രീതിയിൽ പാക്കിംഗ് എല്ലാം പെർഫെക്റ്റ് ആണ്. അത് നിങ്ങൾ എവിടെ ഇരുന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാലും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ തന്നെ വരും. ഓക്കെ, ഇതിനെ അൺബോക്സ് ചെയ്യാം. ഓക്കെ 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 നമ്മൾ എല്ലാം കൂടെ എടുത്ത് വെളിയിട്ടതിന് ശേഷമുള്ള പരിപാടിയില്ല. 1 by 1 ആയിട്ട് നോക്കാം. ആദ്യം നമുക്ക് എന്താണ് ഒന്ന് ചെക്ക് ചെയ്യാം. യെസ്, യൂസർ മാനുവൽ. ഏതൊരു സാധനവും വായിച്ച് നോക്കത്തില്ലെങ്കിലും ഇത് ഏകദേശം സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിലും സംശയം വരികയാണെന്നുണ്ടെങ്കിലും മാത്രമേ നിങ്ങൾ വായിക്കാറുള്ളൂ. ഞാനും അതിനൊക്കെ തന്നെയാണ്. ഇതിൻ്റെ അകത്ത് ആദ്യം അതേ കണക്ക് തന്നെ നമ്മുടെ യൂസർ മാനുവൽ വരുന്നുണ്ട്. പിന്നെ ഒരു സ്റ്റിക്കർ നമുക്ക് ഊരി കണക്ട് ചെയ്ത് ഒട്ടിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള സ്റ്റിൽ അതിൻ്റെ കവറാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ മാറ്റിയിരിക്കുന്നു. ഇനിയാണ് നമ്മൾ യഥാർത്ഥ താരത്തെ എടുക്കുന്നത്. യെസ്, ഇത് നമുക്ക് ലാസ്റ്റ് ഓപ്പൺ ആക്കിയ പോലെ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇത് കവറാണ്. ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന, കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു കവർ. നമ്മുടെ എല്ലായിടത്തും കൊണ്ട് നടക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു കവർ ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് കാര്യമാണ് ഏറ്റവും ആദ്യം പറയുന്നത്. ഇതിൻ്റെ അകത്താണ് നമ്മൾ ഇത് കൊണ്ട് നടക്കുന്നത്. ഓക്കെ, ഇതൊരു സേഫ്റ്റിക്ക് വേണ്ടി മാത്രം. ഇത് നിർബന്ധമില്ല, ഉപയോഗിക്കുന്നവർ വളരെ കുറവായിരിക്കും. അപ്പം നമ്മുടെ ഇത് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ഐറ്റംസ് ഉണ്ടെന്നുള്ളത് 1 by 1 ആയിട്ട് പറയാം. ഒന്ന്, ആൻഡ്രോയിഡിലും ഐഫോണിലും അതുപോലെ തന്നെ ടാബുകളിലോ കമ്പ്യൂട്ടറിലോ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കണക്ടർ അതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഒന്ന്. രണ്ട്, ഇതെന്ന് പറയുന്നത് നമ്മളെ ചാർജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഏതൊരു ഫോൺ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും ചാർജർ കിട്ടുന്നത് പോലെ തന്നെ ഈ മൈക്കിലും ചാർജ് ചെയ്യാൻ പറ്റുന്ന ചാർജിങ് കേബിളാണ്. കേബിൾ വരാൻ നേരത്ത് C to USB ടൈപ്പാണ് വരുന്നത്. ഇത് നമ്മൾ ഡയറക്റ്റ് ഏകദേശം ക്യാമറയുമായിട്ട് കണക്ട് ചെയ്യാനുള്ളതാണ്. കേബിളിന് അത്യാവശ്യം ലെന്ത് കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മുടെ മാഗ്നറ്റിക് ആണ്. കഴുത്തിൽ കൂടെ നമുക്ക് ഇട്ടതിന് ശേഷം നമ്മുടെ മൈക്ക് ഇതിൽ കണക്ട് ചെയ്ത് മാഗ്നറ്റിക് ആണ്, കണക്ട് ചെയ്ത് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ളതാണ്. അത് കഴിഞ്ഞാൽ നോയ്സിനെ റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടി മൈക്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വേറൊരു സ്പോഞ്ച്. ഇത് 2 എണ്ണം വരുന്നുണ്ട്. കാരണം 2 മൈക്ക് അതിനകത്തുള്ളത് കൊണ്ട് തന്നെ 2 എണ്ണം വരുന്നുണ്ട്. നിങ്ങൾക്ക് ഒന്ന് ഞാൻ ഓപ്പൺ ആക്കിയിട്ടുള്ളൂ, ഒന്നും ഓപ്പൺ ആക്കിയിട്ടില്ല. ഇത്ര ഐറ്റംസ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് ഓപ്പൺ ആക്കാനുള്ളത് ഈ ബോക്സ് ആണ്. ഓക്കെ, നല്ലൊരു ഫിനിഷിംഗ് ആണ്. ഓക്കെ, ഏകദേശം പോക്കറ്റിൽ ഇട്ടുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലാണ്. നമ്മുടെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോകണമെന്നല്ല. ഇത് ഓപ്പൺ ചെയ്യാം. ഈ ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് 3 സാധനങ്ങൾ കാണാം അല്ലേ? 2 മൈക്ക്, ഒരാൾ സംസാരിക്കുന്നു, ഒപ്പോണൻ്റ് ആയിട്ടുള്ള വ്യക്തിക്ക് വെക്കാൻ വേണ്ടി 2 മൈക്കാണ് വരുന്നത്. ഇത് ഏകദേശം മാഗ്നറ്റിക് ആയിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും റിമൂവ് ആയിട്ട് താരം വരത്തില്ല. അതൊരു ക്വാളിറ്റി തന്നെയാണ്. രണ്ടാമത്, ഇത് റിമൂവ് ചെയ്ത് ഇത് ഏകദേശം ഇങ്ങനെയാണ് റിമൂവ് ആയി വരുന്നത്. ഇത് ഞാൻ തൊട്ട് മുമ്പേ ആദ്യ ഷോട്ടുകളിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അതിലെനിക്കും ചെറിയ തെറ്റ് പറ്റി. ഇത് കോയിനെ കാട്ടിയും വേണമെങ്കിൽ സൈസ് ഒന്ന് കുറവ് തന്നെയാണ്. പേര് പറയുന്ന പോലെ തന്നെ ബട്ടൺ സൈസാണ്. കോയിനെ കാട്ടി ചെറുതാണ് വരുന്നത്. കണ്ടോ, കോയിനെ കാട്ടി ചെറുത് എന്ന് വേണമെങ്കിൽ പറയാം. വേണമെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഏകദേശം ഇത് നമ്മുടെ പുറത്തേക്ക് വെച്ചതിന് ശേഷം അകത്തുകൂടെ നമുക്ക് ഏകദേശം മാഗ്നറ്റിക് കടത്തി വിട്ട് ഓക്കെ ആക്കാം. ഇതിവിടെ ഉള്ളത് അറിയാൻ പറ്റുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്, അത് വേറെ കാര്യം. എന്നാലും പെർഫെക്ഷൻ ഉണ്ടാവും. ഇതിൻ്റെ അകത്ത് മാഗ്നറ്റിക് മാത്രമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഒന്ന്. രണ്ടാമത്തത് അതുപോലെ തന്നെയാണ്. ഇതിൻ്റെ ബാക്ക് റിമൂവ് ചെയ്ത് നോക്കാം, മാഗ്നറ്റിക് ആണ് വരുന്നത്. ഓക്കെ, കാണാം. അത്യാവശ്യം നല്ല പവർഫുൾ മാഗ്നറ്റിക് ആണ്. കാണാം, ഏകദേശം 2 കണക്ട് വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് തന്നെയാണ് ഏകദേശം ചാർജിങ്ങിലേക്ക് വരുന്നത്. ഇത് നമുക്ക് ഇങ്ങനെ ഇടുക. ഇതിന് ശേഷം റിമൂവ് ചെയ്യുന്ന സമയത്തും ശ്രദ്ധിക്കുക മാഗ്നറ്റിക് തറയിൽ പോവാതെ എടുക്കുക. ഇതിൽ കൊടുക്കാനുള്ള രീതി കൊടുത്തിട്ടുണ്ട്. ഇത് വരാൻ നേരത്ത് ഡയറക്റ്റ് നമ്മുടെ ക്യാമറകളിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഡയറക്റ്റാണ്. 9000, 10,000, 11,000, 12,000 പല വേരിയൻറ്റിൽ പല പ്ലാറ്റ്ഫോമുകളിൽ ഇത് അവൈലബിൾ ആണെങ്കിലും യഥാർത്ഥ റേറ്റ് നിങ്ങൾ ചെക്ക് ചെയ്ത് റേറ്റ് കുറവുള്ള സ്ഥലത്ത് നിന്ന് എടുക്കുക. ഇതാണ് ബോക്സ്. ഇതിൻ്റെ അകത്ത് വരുന്ന സാധനങ്ങൾ എന്തൊക്കെയെന്ന് ഞാൻ പറയാം. 1, 2, ആദ്യത്തത് ആൻഡ്രോയിഡിലും ഐഫോണിലും ടാബിലും കമ്പ്യൂട്ടറിലും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡാണ്. 2, ഡയറക്റ്റ് നമുക്ക് ഏകദേശം ക്യാമറയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേബിളാണ്. 3, ഏകദേശം ചാർജറാണ്. ഏതൊരു സാധനത്തിനും ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയണമെന്നുള്ളത് കൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന C to USB ടൈപ്പാണ്.
ഇത് നോയ്സ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി മൈക്കിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇത് മാഗ്നറ്റിക് ആയിട്ട് നമുക്ക് ഏകദേശം ഒരു നമ്മുടെ എന്താ പറയുക ഒരു ചെയിൻ തൂക്കിയിടുന്നത് പോലെ തൂക്കിയിട്ടതിന് ശേഷം മാഗ്നറ്റിൽ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അതിനൊക്കെ തന്നെ 2 നോയ്സ് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന സ്പോഞ്ച് പോലുള്ള സാധനം വന്നിട്ടുണ്ട്. ഒന്നേ അൺബോക്സ് ചെയ്തിട്ടുള്ളൂ, ഒന്ന് ഓപ്പൺ ചെയ്തിട്ടില്ല, ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ കോയിൻ്റെ സൈസ് വരുന്ന 2 മൈക്ക്. ഞാനിത് ചെക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഏകദേശം നോയ്സ് ക്യാൻസൽ ചെയ്തിട്ടില്ല. ഇതിൻ്റെ കളറ് പച്ചയല്ല, പച്ചയാണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഏകദേശം നോയ്സ് ക്യാൻസൽ ചെയ്യുന്നത്. ഞാൻ ഏകദേശം ടി വിയുടെ അടുത്തേക്ക് പോയതിന് ശേഷം നോയ്സ് ക്യാൻസലേഷൻ ഒരു ക്ലിക്ക് ചെയ്യാൻ നേരത്ത് പച്ചയായി കഴിഞ്ഞു. ഇനി വരുന്ന വോയിസിൻ്റെയും നേരത്തെ വോയിസിൻ്റെയും വ്യത്യാസം എന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ശ്രദ്ധിച്ച് നോക്കുക. എനിക്കായിരിക്കും പ്രാധാന്യം കൂടുതൽ. നേരത്തെ ഉണ്ടായിരുന്ന അതേ ശബ്ദങ്ങൾ കേൾക്കും, പക്ഷെ അത് സെക്കൻഡറി ആയിട്ട് മാറും. നേരത്തെ പ്രൈമറിയുടെ കൂടെ തന്നെ ട്രാവൽ ചെയ്ത് പോകും. ഇത് സെക്കൻഡറി ആയിട്ട് സറൗണ്ടിങ്ങും പ്രൈമറി ആയിട്ട് എൻ്റെ വോയിസും വരും. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഏറ്റവും ഫൈനലായിട്ട് പറയേണ്ട കാര്യങ്ങളാണ്. ഇത് പറയേണ്ട ഒരു ആവശ്യകതയില്ലെങ്കിലും ഒരു വീഡിയോയിൽ എല്ലാം പറയണം എന്നുള്ളത് കൊണ്ട് മാത്രം പറയുന്നു. താഴെ LED കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചാർജ് ചെയ്യുന്നതനുസരിച്ച് ചാർജിങ് എത്ര ഉണ്ട് എന്നുള്ളത് ഇവിടെ പറയപ്പെടുന്നുണ്ട്. ഏറ്റവും ബാക്കിൽ നമുക്ക് ഏകദേശം ചാർജ് ചെയ്യാൻ പറ്റുന്ന പോർട്ട് കൊടുത്തിട്ടുണ്ട്. C ടൈപ്പ് ആണ്, USB ടൈപ്പ് ആണ് ഓപ്പോസിറ്റ് വരുന്നത്. ഇതിലേക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് 2 മൈക്കും ഒരു നമ്മുടെ ക്യാമറയ്ക്ക് വേണ്ടിയുള്ള സാധനം കൊടുത്തിട്ടുണ്ട്. മൈക്ക് എപ്പോഴും വെക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, മൈക്കിന്റെ ചാർജ് ചെയ്യാനുള്ള പോർട്ട് താഴെ ആയിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മൂന്നാമത്തെ പോയിന്റ്, ഈ മൈക്ക് ഓൺ ആക്കാൻ ലോങ് പ്രസ് ചെയ്ത് ഓൺ ആക്കുക. നോയ്സ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ലോങ് പ്രസ് ചെയ്ത് ഓൺ ആക്കുന്ന സമയത്ത് കാണിക്കുന്ന കളർ നീലയായിരിക്കും. അത് നോയ്സ് ക്യാൻസൽ ചെയ്യാൻ വീഡിയോയിൽ തൊട്ട് മുമ്പേ പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ആണ്. നോയ്സ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഒരു സിംഗിൾ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നോയ്സ് ക്യാൻസൽ ആവും. നോയ്സ് ക്യാൻസൽ ആയി കഴിഞ്ഞ് നമുക്കത് ഓഫാക്കി വയ്ക്കണമെന്നൊരു ലോങ് പ്രസ് തന്നെ ചെയ്യുക. തൊട്ട് മുമ്പേ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ ക്ലാരിറ്റി ആയിട്ട് പറയുന്നതല്ല. ഇതിലെ കളർ ചേഞ്ച് കണ്ടോ? ഈ കളർ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ചെയ്യാനുള്ള സമയം ആയെന്നാണ്. ഓക്കെ, ഇവിടെയാണ് ചാർജ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ കേസ്, ഇത് നമുക്ക് ഏകദേശം ഒരു ആപ്ലിക്കേഷൻ ത്രൂ കാണിക്കാൻ പറ്റും. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. അത് ഏത് ആണെന്നുള്ളത് ലാർക്ക് സൗണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ ഇതിൻ്റെ അകത്ത് ആദ്യം ഉപേക്ഷിച്ച നമ്മുടെ യൂസർ മാനുവലിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ആ മാനുവൽ നോക്കി നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ലാർക്ക് സൗണ്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഡൗൺലോഡ് ചെയ്തതിനു ശേഷം നമുക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. പ്രധാനമായിട്ടും 2-3 കാര്യങ്ങൾ മാത്രം കാണുക. 1, ചാർജിന്റെ ലെവൽ നമുക്ക് അതിൽ അറിയാൻ പറ്റും. 2, ഏകദേശം നോയ്സ് ക്യാൻസൽ ചെയ്യാൻ അത് ത്രൂ തന്നെ നടക്കും. 3, ഒരുവിധ എല്ലാ കൺട്രോളിങ്ങും നമുക്ക് ഫോൺ ത്രൂ ചെയ്യാൻ കഴിയും. ഞാൻ ഈ മൈക്ക് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന്റെ പ്രധാന റീസൺസിൽ ഒന്നെന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ക്യാഷ് നോക്കാതെ എന്താ പറയുക ഓർഡർ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് ഓൺലൈൻ ത്രൂ എടുക്കാം. അതല്ല ക്യാഷ് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലുമായിട്ട് ബന്ധപ്പെടാം. ചാനലിൽ നിന്നും ഷോപ്പിലേക്ക് ബന്ധപ്പെടാം. ഷോപ്പിൽ ഏകദേശം റേറ്റ് കുറച്ച് കൊടുക്കുന്നുണ്ട്. എത്ര റേറ്റാണ് കാര്യങ്ങളാണെന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം നമുക്ക് കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പറഞ്ഞുതരാം. കാരണം നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ കഴിയില്ല. ഈ ഹോളിലാൻഡിന്റെ ലാർക്ക് M2 എന്ന് പറഞ്ഞ മൈക്ക് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ എവിടെന്നെങ്കിലും വാങ്ങുന്ന മൈക്ക് ഇതായിരിക്കും. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, വൺ ടൈം പർച്ചേസ് ചെയ്യുന്ന ഏതൊരു പ്രോഡക്റ്റും ഏകദേശം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് തന്നെ പർച്ചേസ് ചെയ്യുക. ഒരുപാട് നാൾ ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ പരീക്ഷണം നടത്തി സമയം കളയരുത്. ഏകദേശം ഈ സാധനം വാങ്ങുന്നവരുണ്ട്. ഞാൻ ഈ സാധനം എന്ന് പറയുന്നത് പേര് പറഞ്ഞതിനെ മോശപ്പെടുത്താൻ താല്പര്യപ്പെടുന്നില്ല. ഇതിന് വോയിസ് നല്ല പതർച്ചയാണ്. ഉള്ളൊരു ഉപയോഗം വയർലെസ് ആയിട്ട് ഉപയോഗിക്കാവുന്ന മാത്രമേ ഉള്ളൂ. പേരിന് വേണ്ടി വാങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങും. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, വർഷങ്ങൾക്ക് മുമ്പ് എടുത്തതാണ്, നമ്മുടെ കയ്യിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ളതാണ്, ഇപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. ഇതിന്റെ ഒരേ ഒരു പോരായ്മ വയേർഡാണ്. വയേർഡ് ആയതുകൊണ്ടുള്ള പോരായ്മയ്ക്ക് ഉപരി ക്ലാരിറ്റി കാര്യങ്ങളെല്ലാം ഇതിനെക്കാട്ടിയും ഫാർ ബെറ്റർ ആണ്. പക്ഷേ ഇത് 2 സാധനങ്ങൾ നിലവിൽ നിങ്ങൾ എടുക്കരുത്. കാരണം ഇത് ഔട്ടാണ്. ഏറ്റവും ഈ സാധനം എടുക്കുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയ പ്രത്യേകത, ഇനി വരാൻ പോകുന്ന ഏകദേശം ഒരു 4-5 വർഷങ്ങൾക്ക് ഇനി നിങ്ങൾ ഇത് തന്നെ ഉപയോഗിച്ച് കൊണ്ടുപോകാൻ പറ്റും. ഉപയോഗിച്ചിട്ടുള്ള ഒരു അഭിപ്രായങ്ങൾ ഇതിന്റെ താഴെ മെൻഷൻ ചെയ്യാം. ഓക്കെ, ശരി, താങ്ക് യു.